മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തില് CPM ഒക്കെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. ആകെ രാജ്യത്ത് ഇപ്പൊ കേരളത്തിലാണ് ബാക്കിയുള്ളത്. അതും കൂടി ഇപ്പൊ ഇല്ലാതെയാക്കുന്ന കോലത്തിലേക്ക് ഇപ്പോ കുട്ടി സഖാക്കന്മാരിപ്പോ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ചാനലിൽ ഒരു ചർച്ച നടന്നു. അതിൽ SFI നേതാവ് വളരെ വലിയ രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ അനുകൂലിച്ചാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതത്തെ വെല്ലുവിളിച്ചുകൂടിയാണ് ഈ പറയുന്ന SFI നേതാവൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തിനാണ് കോക്രോച്ച് ജനതാ പാർട്ടിയെ അനുകൂലിക്കുന്ന വിഷയത്തിൽ പോലും പശുവിനെയൊക്കെ എടുത്തിട്ട് ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്ന ഒരു മതത്തേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഇതൊന്ന് കേട്ടു. ഒരു ചെറിയൊരു ഭാഗം. കൃത്യമായി RSSന്റെ രാഷ്ട്രീയം ശാഖകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ രാജ്യത്തെ സാധാരണ മനുഷ്യരെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്ന, ഭരണകൂടത്തിനെതിരായ സമരങ്ങളെ രാജ്യദ്രോഹമായി മുദ്രകുത്തുന്ന സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം കാവിക്കളർ കുപ്പായ വിട്ട് ഈ ചാനലിൽ വന്ന് പറയുന്നയാളെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ദേശീയ മാധ്യമങ്ങളെ വിമർശിക്കാനുള്ള നിങ്ങളുടെ സാധ്യതയെ തന്നെ ക്യാൻസൽ ചെയ്യാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ആളുകളൊന്നും രാഷ്ട്രീയ നിരീക്ഷകരല്ല, അവൻ RSSകാരാണ്, സംഘികളാണ്. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറയാണ്, ജനാധിപത്യ രാജ്യത്ത് ഒരു കൂട്ടർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെങ്കിൽ ആ പ്രതിഷേധിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കാനും അവകാശമുണ്ട്, ശബ്ദിക്കാനും അവകാശമുണ്ട്. ശബ്ദിക്കുകയാണോ ചെയ്തത്? രാജ്യത്തെ മുതിർന്ന നേതാക്കൾ, CPIയുടെ നേതാവ് ആനി രാജ ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ബജ്രംഗ് ദൾ അടക്കമുള്ള ഈ രാജ്യത്തെ RSSന്റെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ അവർ വടിയെടുത്ത് ഈ സമരത്തിന് വന്ന ആളുകളെ തെരുവിൽ ആക്രമിക്കുക. നിങ്ങൾക്ക് എന്താണ് അധികാരം? ഇന്ത്യ രാജ്യത്ത് ഭരിക്കാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ വോട്ടിലൂടെ നൽകിയിട്ടുണ്ട്. അത് വോട്ടിലൂടെ ലഭിച്ചതാണോ EVM അട്ടിമറിയിലൂടെ ലഭിച്ചതാണോ എന്നുള്ള ചർച്ച പോലും നടക്കുന്ന രാജ്യത്ത് നിങ്ങൾക്ക് കയ്യിലുള്ള ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണകൂടത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും അങ്ങ് അടിച്ചമർത്തി കളയാം എന്നാണോ RSS വിചാരിക്കുന്നത്, BJP വിചാരിക്കുന്നത്? അതൊന്നും ഇന്ത്യ രാജ്യത്ത് സാധ്യമല്ല. ഇന്ത്യ രാജ്യത്ത് നിന്ന് ഉയർന്നു വരുന്ന ആ സമരത്തിൽ ആ വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ച മുഖം അംബേദ്കറുടെ മുഖമാണ്. അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി, അദ്ദേഹം ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്തെ വിഭാവനം ചെയ്തത് ഒരു സ്ഥിതി സമത്വ പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് ആയിട്ടാണ്. അല്ലാതെ ഇന്ത്യ ഒരു പശുരാഷ്ട്രമായിട്ടല്ല, ഒരു ചാണക രാഷ്ട്രമായിട്ടല്ല, ഇന്ത്യ ഒരു വർഗീയ ഹിന്ദുത്വ രാഷ്ട്രമായിട്ടല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വിഭാവനം ചെയ്തത്. നിങ്ങൾ കേട്ടില്ലേ? എന്തിനാണ് ഈ പശുരാജ്യമല്ല എന്നൊക്കെ എടുത്തു പറയുന്നത്? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. നിങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ അനുകൂലിക്ക് പ്രതികൂലിക്ക് എന്ത് തേങ്ങ വേണമെങ്കിലും ചെയ്തോളൂ. എന്തിനാണ് ഇത് പശുരാജ്യമല്ല എന്നൊക്കെ പറയുന്നത്? ഇനി മറ്റെന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് നിങ്ങൾ മറ്റേതെങ്കിലും മതത്തിനെതിരെ അവർ ആരാധിക്കുന്ന വിഷയത്തെ ഒരിക്കലും ചരിത്രത്തിൽ ഇന്നേവരെയായിട്ട് എടുത്തു പറഞ്ഞിട്ട് അപമാനിക്കാനോ അതിനെ വലിച്ചേക്കാനോ ശ്രമിക്കാറില്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാര് ഈ രീതിയൊക്കെ ഈ രാജ്യത്ത് നിർത്താതെ ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാ കമ്മ്യൂണിസ്റ്റിനെയൊക്കെ അംഗീകരിക്കുക? പിന്നെ ഈ രാജ്യം ജനാധിപത്യപരമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതിൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊഴിച്ച് ഇവിടെ ആർക്കും ഒരു എതിരഭിപ്രായമില്ല. ഇത് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ചൈനയല്ല. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഇവിടെയുള്ള എല്ലാ ജനതക്കും എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാ രീതിയിലുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ ഈ രാജ്യത്തുണ്ട്. ഈ SFIയുടെ നേതാവ് തന്നെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അതായത് ഷാബു പ്രസാദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ ചാനലുകാർ വിളിച്ചിട്ടാണ് അദ്ദേഹം ആ ചാനലിൽ പോയിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പോലും. എന്നിട്ട് ഷാബു പ്രസാദ് പറയുന്ന വിഷയത്തെ മറുപടി പോലും പറയാൻ സാധിക്കാഞ്ഞിട്ട് SFI നേതാവ് പറയാണ് ഇത് രാഷ്ട്രീയ നിരീക്ഷകരല്ല, RSS ആണ്, BJP ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നാണമില്ലേ ഈ SFI നേതാവിന്? ഉളുപ്പില്ലേ ഈ SFI നേതാവിന്? ആ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് എന്താണോ അതിന് മറുപടി കൊടുക്കലല്ലേ ജനാധിപത്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, സകലതും എന്ന് പറയുന്നത്? അതേസമയം RSS ആണ്, BJP. ഈ രാജ്യം ഭരിക്കുന്നത് RSS ആണ്, ഈ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. എന്നിട്ടും ഇപ്പം SFI നേതാവ് ഈ കമ്മ്യൂണിസ്റ്റുകാര് ചില ആളുകൾ RSS അങ്ങനെയാണ്, RSSന് ഞങ്ങൾ അങ്ങനെയാക്കോ ഇങ്ങനെയാക്കോ ഞങ്ങൾ എടുപ്പി. ഈ രാജ്യം ഭരിക്കുന്നത് തന്നെ RSS. ഇതൊക്കെ എന്താണ് ഇവരൊക്കെ ഇനി ഉൾക്കൊള്ളുക? എന്നിട്ട് SFI നേതാവ് പറഞ്ഞിട്ട് രാഷ്ട്രീയ നിരീക്ഷകരല്ല, RSS ആണ്. ആരായാൽ എന്താ? ഈ രാജ്യത്തെ ഒരു പൗരനല്ലേ ഈ പറയുന്ന ഷാബു പ്രസാദ്?
നിങ്ങൾ പറയുന്ന ആനമണ്ഡലത്തെ വലിച്ചു കയറുമ്പോ നിങ്ങൾ എന്തേ ശ്യാമപ്രസാദിന് മറുപടി കൊടുക്കാതെ RSS BJP എന്ന് പറയുന്നത്? ഈ ഈ പറയുന്ന SFI, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരോടൊക്കെ തന്നെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യ. നിങ്ങളുടെ ഒരു ഗതികേട് കണ്ടിട്ട് നിങ്ങളൊക്കെ എത്രത്തോളം ഗതികേടിലേക്കാണ് എത്തിയത് എന്ന ബോധമുള്ള ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ചോദിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ ഇന്നലെ പൊട്ടിമുളച്ച ഒരു പാർട്ടിയൊക്കെ പിന്തുണച്ച് അവർക്ക് അത്രത്തോളം സംഘടനാ ഫലമുണ്ട്, അവർക്ക് 2 കോടി ഫോളോവേഴ്സ് ഉണ്ട്, അവർ ഞങ്ങൾ ഉയർത്തുന്നത് തന്നെയാണ് ഉയർത്തുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നു എന്നൊക്കെ പറയാൻ നാണമില്ലേ? നിങ്ങൾക്ക് ഉളുപ്പില്ലേ? നിങ്ങൾ SFI എന്ന പാനലിൽ രംഗത്തെത്തിയിട്ട് നിങ്ങൾ RSSനെതിരെ, നിങ്ങൾ BJPക്കെതിരെ, നിങ്ങൾ മോദിക്കെതിരെ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ ജനാധിപത്യപരമായിട്ട് കോടിക്കണക്കിന് യുവാക്കളെ ഇറക്കിയിട്ട് സമരം ചെയ്യൂ. നടക്കില്ല അല്ലേ? ഈ രാജ്യത്ത് പുല്ലുവിലയാ ഈ പറയുന്ന കമ്മ്യൂണിസത്തിനൊക്കെ രാജ്യത്തെ ജനത കൊടുത്തിട്ടുള്ളത്, രാജ്യത്തെ യുവാക്കൾ കൊടുത്തിട്ടുള്ളത്, രാജ്യത്തെ ജൻസി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യത്തെ ജൻസി മറ്റൊരു സംഘടനയുടെ ഭാഗമാകുമ്പോൾ അതും ഞങ്ങളാണ്, അതിന്റെ അട്ടിപ്പേർ അവകാശമൊക്കെ ഏറ്റെടുത്ത് നടക്കാൻ ഈ പറയുന്ന ഈ SFIക്കൊന്നും യാതൊരു ഉളുപ്പില്ലേ. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, സകല ആളുകളും തിരിച്ചറിയാ, കോക്രോച്ച് ജനതാ പാർട്ടിയെ ഓരോ തരത്തിലും രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അടിച്ചമർത്തിയിട്ടില്ല. ഈ SFI നേതാവൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ? അടിച്ചമർത്തുന്നോ, RSSന്റെ ഇന്ന സംഘടനകളിലെ ആളുകൾ ഇറങ്ങി അടിച്ചമർത്തുന്നോ എന്നൊക്കെയാ പറയുന്നത്. ആകെ 4-3 കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ട് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇതൊരു പ്രതിഷേധ പ്രകടനം നടത്തിയ എന്തേ? കോക്രോച്ച് ജനതാ പാർട്ടിക്കുള്ള അതേ അവകാശം ഈ പറയുന്ന ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമില്ലേ? എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പറയോ ഫാസിസമാണോ? എന്താണ് ഫാസിസം? അതായത് കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ 4-3 കുറച്ച് ആളുകളൊന്ന് ഇറങ്ങിയിട്ട് ഈ പറയുന്ന പാർട്ടിക്കെതിരെ ഒരു പ്രതിഷേധം നടത്തിയപ്പോ SFI നേതാവ് പറയോ ഞങ്ങൾ അടിച്ചമർത്തുന്നോ, അങ്ങനെ ക്രൂരതോ, ഇങ്ങനെ. ഈ പറയുന്ന RSSും BJPയും ഒക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒലിച്ചു പോവില്ല ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി. പിന്നെ അടിച്ചമർത്തരുതോ എന്ന് ഈ പറയുന്ന ബംഗ്ലാദേശും ഈ പറയുന്ന നേപ്പാളൊക്കെ കണ്ടുകൊണ്ട് ഏത് ജൻസി നമ്മുടെ രാജ്യത്തിറങ്ങിയാലും നമ്മുടെ രാജ്യത്തെ ഭരണകൂടം അടിച്ചമർത്തണമെന്നാണ് ഒരു BJP RSS അല്ല പറയുന്നത്. ഈ രാജ്യത്തോട് സ്നേഹമുള്ള സകല ജനങ്ങൾക്കും പറയാനുള്ളത്, ഒരു ബംഗ്ലാദേശോ നേപ്പാളോ ആവർത്തിക്കരുത്. ഈ രാജ്യത്തിനെതിരെ ഏത് കോക്രോച്ചുകൾ, ഏത് കൂറാച്ചികൾ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാലും അവരെ അടിച്ചമർത്തേണ്ടതാണെങ്കിൽ അടിച്ചമർത്തണം. പക്ഷെ കോക്രോച്ച് ജനതാ പാർട്ടിയെ BJP അടിച്ചമർത്തിയിട്ടില്ല, കേന്ദ്ര സർക്കാർ അടിച്ചമർത്തിയിട്ടില്ല. അവര് ഊളത്തരം ഒരുപാട് ചെയ്തിട്ടുണ്ട്. കലാപം ഉണ്ടാക്കാൻ കൃത്യമായിട്ട് ജന്തർ മന്ദിറിൽ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ കൃത്യമായി പെർമിഷൻ 7 ദിവസം മുമ്പേ എടുക്കണം. ഇത് രാജ്യത്തെ ബോധമുള്ള സകലർക്കും അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടോ ഈ പറയപ്പെടുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ ഡൽഹിയിലെത്തിയിട്ട് അന്ന് നടത്തേണ്ട പ്രതിഷേധത്തിന് അന്ന് തന്നെ പെർമിഷൻ വാങ്ങാൻ നിന്നതൊക്കെ ഒരു കലാപ ശ്രമമായിരുന്നു. അതൊക്കെ BJP തന്ത്രപരമായിട്ട് അങ്ങ് മറികടന്നു. സ്പോട്ടിൽ പെർമിഷൻ കൊടുത്തു. കുറഞ്ഞ ആളുകൾ വന്നിട്ട് സമരം ചെയ്ത് SFI നേതാവിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് സാധിക്കില്ല. ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടി, ഈ കഴിഞ്ഞ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തെക്കാൾ അധികം ആളുകളെ ഈ രാജ്യത്ത് മൂലയിലേക്ക് ഒതുങ്ങി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കില്ലേ? ഈ കോക്രോച്ച് ജനതാ പാർട്ടിയേക്കാൾ അധികം ആളുകളെ വെച്ചിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രതിഷേധമൊക്കെ നടത്താൻ ഈ ഒരു ബോധത്തിൽ ചിന്തിച്ചാലെങ്കിലും സകല CPMകാരും സകല SFIക്കാരും തിരിച്ചറിയാ, കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. അതിലപ്പുറം ഒരു തേങ്ങയുമല്ല ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളത് സകലരും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.